രാത്രിയുടെ നിശബ്ദതയിൽ നിലാവ് ജനൽ വഴി അകത്തേക്ക് കടക്കുമ്പോൾ ഒപ്പം മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുള്ള ഒരിളം കാറ്റ് വൈശാലിയെ തട്ടിത്തഴുകി കടന്നുപോയി. അവൾ മെല്ലെ കണ്ണുകൾ ചിമ്മിത്തുറന്നു. വൈശാലി. അത്രയും പ്രിയപ്പെട്ട സ്വരം കേട്ടതും അവളുടെ മിഴികൾ അവനു വേണ്ടി നാലുപാടും പരതി. നോക്കുമ്പോൾ കണ്ടു നിലാവെളിച്ചത്തിൽ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ. ദേവേട്ടൻ. അവളുടെ അധരങ്ങൾ അറിയാതെ തന്നെ ആ പേര് മൊഴിഞ്ഞു. വല്ലാത്തൊരു ഭാവത്തോടെ ചുണ്ടിൽ വല്ലപ്പോഴും മാത്രം വിരിയുന്ന ആരെയും കൊതിപ്പിക്കുന്ന പുഞ്ചിരിയുമായി തൻ്റെ അടുത്തേക്ക് വരുന്നവനെ കാണി അവളുടെ ഉള്ളുന്നു പിടഞ്ഞു. വൈശാലി ഇമ ചിമ്മാൻ പോലും മറന്നവനെ നോക്കിയിരുന്നു പോയി ആ നിമിഷം. തന്നിലേക്കുള്ള അവൻ്റെ ഓരോ ചൂടും അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കി. ബെഡിൽ കാൽമുട്ട് കുത്തി നിന്ന് ഒരു നിമിഷം കൊണ്ടവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. വൈശാലി ഒന്ന് നീങ്ങിക്കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നാൽ അവൻ്റെ തീക്ഷണവും വശ്യവുമാർന്ന നോട്ടം സഹിക്കവയ്യാതെ ഒരു പിടച്ചിലോടി അവനിൽ നിന്നും മിഴികൾ മാറ്റിയവൾ. പക്ഷേ അപ്പോഴും അവൻ അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. അവളിൽ വിരിയുന്ന ഓരോ ഭാവങ്ങളും അവനെ മറ്റേതോ ലോകത്തെത്തിച്ചിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ അവൻ്റെ ശ്വാസഗതികൾ ഉച്ചത്തിലായി. അവളിലെ പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് വൈശാലിയുമായി അവൻ ബെഡിലേക്ക് ചാഞ്ഞു. അവൻ്റെ ആ പ്രവൃത്തിയിൽ വൈശാലി പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അകന്നുമാറാൻ ഒരു പാഴ്ശ്രമം നടത്തി. അപ്പോഴേക്കും അവളുടെ ഇരു കൈകളിലും മുകളിലേക്ക് പിടിച്ചുയർത്തി അവളിലേക്ക് പൂർണ്ണമായി അമർന്നിരുന്നു അവൻ. വൈശാലി ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ തറഞ്ഞു നിന്ന് പോയി അവൻ്റെ ആ പ്രവൃത്തിയിൽ. അവൻ്റെ താടിരോമങ്ങൾ കഴുത്തിൽ സുഖമുള്ളൊരു ചെറുനോവ് സൃഷ്ടിച്ചപ്പോൾ അവൾക്ക് ശ്വാസം വിലങ്ങും പോലെ തോന്നിപ്പോയി. ഇനിയും ഇങ്ങനെ കിടന്നാൽ താൻ അവൻ്റെ പ്രണയച്ചൂടിൽ മരിച്ചു പോകുമെന്ന് തോന്നിയ നിമിഷം ഒരു ഏങ്ങൽ പോലെ അവളിൽ നിന്നും അവൻ്റെ പേര് പുറത്തേക്ക് വന്നു. ദേവേട്ട. വിവശയായിക്കൊണ്ട് അവളിൽ നിന്നും ഉയർന്ന ആ സ്വരം അവനിൽ വീണ്ടും ആവേശമുണർത്തി. വൈശാലി, ഐ കാൺറ്റ് വെയിറ്റ് എനി ലോങ്ങർ. ഐ വാണ്ട് യു ദിസ് വെരി മൊമെൻറ്റ്. അത്രമേൽ നേർത്ത അവൻ്റെ ചുടുശ്വാസം കാതിൽ തട്ടിയതും വൈശാലി കണ്ണുകൾ മുറുക്കിയടച്ചു. അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന നിമിഷം അവളുടെ മാർദ്ദങ്ങൾ അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം തൊട്ടറിഞ്ഞു. വികാരങ്ങളെ അടക്കി നിർത്താൻ പാടുപെട്ട അവൾ അറിയാതെ വിരലുകൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. ദേവേട്ട. അത്രമേൽ നേർത്ത സ്വരത്തിൽ അവൾ വിളിക്കുമ്പോൾ അവൻ മിഴികൾ ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ അവളുടെ മിഴികൾ നാണത്താൽ താന്നു. കവിളുകൾ ചുവന്നു തൊടുത്തു. ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അവർക്കിടയിലെ നിശബ്ദതയ്ക്ക് പോലും വല്ലാത്തൊരു വശ്യതയായിരുന്നു. വൈശാലി, എനിക്ക് വേണം നിന്നെ എൻ്റേത് മാത്രമായി. ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എൻ്റെ പെണ്ണിനെ. അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ സമ്മതമെന്ന പോലെ അവളുടെ ചുണ്ടിൽ നാണം കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ നിമിഷം തന്നെ അവൻ അവളുടെ അധരങ്ങൾ ഏറെ ആവേശത്തോടെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൾക്ക് ശ്വാസം വിലങ്ങും എന്ന് തോന്നിയ നിമിഷം മനസ്സില്ലാ മനസ്സോടി അവൻ അവളുടെ അധരങ്ങൾ മോചിപ്പിച്ചു. അവൻ്റെ കരലാളനങ്ങളിൽ തളർന്നു കിടന്ന വൈശാലിയിലേക്ക് ആവേശത്തോടെ പടർന്നു കയറുമ്പോൾ അവൻ സമ്മാനിച്ച പ്രണയച്ചൂടിൽ ഒരാലസ്യത്തോടെ വൈശാലിയുടെ മിഴികൾ കൂമ്പിയടഞ്ഞുപോയി. തന്നിലെ പുരുഷനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാക്കിയവളെ പൊതിഞ്ഞു പിടിച്ച് ആ നെറുകിൽ അമർത്തിമുത്തി അവൻ. എടി വൈശു, ഇത് വേണോ? എന്നാ ഭംഗിയുള്ള മുടിയാടിയത്, വെട്ടണോടി. അരയ്ക്ക് താഴെ കൊലുന്നനെ കിടക്കുന്ന കട്ടിയുള്ള ഇളം ചെമ്പം മുടിയെ തഴുകിക്കൊണ്ട് മാളവിക പറയുമ്പോൾ വൈശാലി അവളുടെ ഉള്ളിലെ തീരുമാനം ഒന്നുകൂടി ഉറപ്പിച്ചു. നമ്മളിവിടെ വന്നത് എൻ്റെ മുടി വെട്ടാനാ. നീ വരുന്നുണ്ടോ അതോ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? അല്പം കടുപ്പത്തിൽ വൈശാലി പറയുമ്പോൾ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും മനസ്സിലാ മനസ്സോടെ മാളവിക വൈശാലിക്കൊപ്പം സലൂണിലേക്ക് കയറി. ഹെയർ സ്റ്റൈലിസ്റ്റിനോട് ഹെയറിൻ്റെ ലെങ്ത്തും കളറുമൊക്കെ ഒരു മടിയും കൂടാതെ പറഞ്ഞു കൊടുക്കുന്ന വൈശാലിയെ കണ്ണെടുക്കാതെ നോക്കിപ്പോയി അവളുടെ കൂട്ടുകാരികൾ. എടി, നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കല്ലേ. ഇപ്പോഴും സമയമുണ്ട്, വെട്ടണ്ടാടി. പറയുന്നവർ എന്തു വേണമെങ്കിലും പറയട്ടെ. അരയ്ക്ക് താഴെ വരെ നീണ്ടുകിടക്കുന്ന മുടി വെട്ടാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന വൈശാലിയെ പിന്തിരിപ്പിക്കാൻ അവസാന ശ്രമം എന്ന പോലെ മീര പറയുമ്പോൾ അവളെ തറപ്പിച്ചൊന്ന് നോക്കി വൈശാലി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ മുടി വെട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ അന്ന് അവൻ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ അവൻ എന്നെ വേണ്ട. ഞാൻ മോഡേൺ അല്ലത്രേ. എൻ്റെ മുടി കാണാൻ യക്ഷികളെ പോലെയാണത്രേ. പട്ടിക്കാട്ടിൽ ജനിച്ചു വളർന്നവളെ പോലെ ഉണ്ടെന്ന്. അവനെ കാണിച്ചു കൊടുക്കാം ഈ വൈശാലി മേനോൻ ആരാണെന്ന്. മനസ്സിൽ ഒരുവൻ്റെ മുഖം ഓർത്തുകൊണ്ട് വൈശാലി പറയുമ്പോൾ അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല.
ഒടുക്കം 4 മണിക്കൂറിൻ്റെ കഠിന പരിശ്രമത്തിനൊടുവിൽ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈശാലിയിൽ വന്ന മാറ്റം കണ്ട് മീരയും മാളവികയും കണ്ണുമിഴിച്ച് നോക്കി നിന്നു. മുടിയുടെ ലെങ്ത് ഷോൾഡറിന് അല്പം കൂടി താഴേക്ക് വരുന്ന രീതിയിൽ ലെയർ കട്ട് ചെയ്ത് അതിനു മുകളിൽ സോഫ്റ്റ് കാരമൽ ബ്രൗൺ കളർ കൂടി ചെയ്തപ്പോൾ അവളുടെ രൂപം അടിമുടി മാറിപ്പോയിരുന്നു. വൈശു, നീ ഇപ്പോഴാടി ദ ഗ്രേറ്റ് ബിസിനസ്മാൻ മിസ്റ്റർ വിശാൽ മേനോൻ്റെ മകളായത്. ശരിക്കും നീ ആളാകെ മാറിപ്പോയി. അതിശയം മാറാതെ അവളുടെ മുടികളിലൂടെ കൈയോടിച്ചുകൊണ്ട് മാളവിക പറയുമ്പോൾ വൈശാലിക്ക് അവളോട് തന്നെ വല്ലാത്ത മതിപ്പ് തോന്നിപ്പോയി. എടി മോളെ, ഈ കോളത്തിൽ നിന്നെ നിന്റെ ദേവേട്ടൻ കണ്ട മൂക്കും കുത്തി വീഴും, ഉറപ്പാ. മീര പറയുമ്പോൾ അവനെ കാണാൻ ഇനിയും കാത്തിരിക്കാൻ വയ്യെന്നായി അവൾക്ക്. ഇതുകൊണ്ടൊന്നും ആയില്ല മോളെ, അമേരിക്കയിലൊക്കെ പഠിച്ചു വളർന്ന വലിയ പുള്ളിയല്ലേ. അങ്ങേർക്ക് എൻ്റെ ഈ വേഷത്തിനോട് പുച്ഛമാണ്, പുച്ഛം. വൈശാലി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറയുമ്പോൾ അവർ അവളെ അടിമുടിയൊന്ന് നോക്കി. അതിന് അങ്ങേരെയും കുറ്റം പറയാൻ പറ്റില്ലാടി. വലിയ ബിസിനസ്മാൻ വിശാൽ നായരുടെ മകൾ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിനക്ക് ഇപ്പോഴും ഈ ചുരിദാറിന് മോക്ഷം കിട്ടിയിട്ടില്ലല്ലോ. അവളെ കളിയാക്കിക്കൊണ്ട് കൂട്ടുകാരികൾ പറയുമ്പോൾ വൈശാലി മുഖം വീർപ്പിച്ചു നിന്നു. ഈ ഹെയർ കട്ടിലൊന്നും ഞാൻ ഒതുക്കാൻ പോകുന്നില്ല മക്കളെ. ഇനിയാണ് ശരിക്കുമുള്ള ചേഞ്ച്. അതും പറഞ്ഞ് വൈശാലി അവരുടെ തന്നെ വലിയൊരു ഷോറൂമിലേക്ക് അവരെയും കൊണ്ട് കയറി. വൈശാലിയെ കണ്ടതും അവിടുത്തെ മാനേജറും സ്റ്റാഫ്സും മിഴിച്ചു നിന്നുപോയി. വെറും ഒരു ഹെയർ കട്ട് ചെയ്തപ്പോൾ തന്നെ അവൾ അടിമുടി മാറിപ്പോയിരുന്നു. ആദ്യത്തെ പകപ്പ് മാറിയതും മാനേജർ വേഗം അവൾക്കടുത്തേക്ക് വന്നു. മേഡം, എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? അയാൾ ബഹുമാനത്തോടെ ചോദിച്ചു. എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു കൃഷ്ണമൂർത്തി അങ്കിൾ. മാഡം ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ മാഡത്തിന് വേണ്ടി ഏറ്റവും നല്ല ചുരിദാർ കളക്ഷൻസ് നേരത്തെ മാറ്റിവെക്കാമായിരുന്നു. അയാൾ പറയുമ്പോൾ മീരയും മാളവികയും അവളെ നോക്കി വാപൊത്തി ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടതും അവൾ അവരെ ഒന്ന് തറപ്പിച്ചു നോക്കി വീണ്ടും തുടർന്നു. എനിക്ക് ചുരിദാറൊന്നും അല്ല വേണ്ടത്, മോഡേൺ വ്യോസ് ആണ് വേണ്ടത്. അവൾ പറയുമ്പോൾ അയാൾ അതിശയത്തോടെ വൈശാലിയെ നോക്കി. എപ്പോൾ ഷോപ്പിൽ വന്നാലും ചുരിദാറും പട്ടുപാവാടയും മറ്റുമാണ് അവൾ എടുക്കാറ്. ഇന്ന് ആദ്യമായി അവൾ മോഡേൺ ഡ്രസ്സാണ് ആവശ്യം എന്ന് പറഞ്ഞതിൻ്റെ അതിശയം അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു. മാഡം വരൂ. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ സ്റ്റാഫ്സിനെ പറഞ്ഞു വിടാം. മാഡം ഇവിടേക്ക് ഇരുന്നോളൂ. അതും പറഞ്ഞ അയാൾ വേഗം സെയിൽസ് ഗേൾസിനെ വിളിക്കാനായി പോയി. അവർക്കൊരു കുറവും വരുത്തരുത്. അനാവശ്യമായി അവരോട് സംസാരിക്കാനോ ഒന്നിനും നിൽക്കണ്ട. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രം മതി. ആ വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഓണർ വിശാൽ സാറിൻ്റെ മകളാ. മാനേജർ പറയുമ്പോൾ ആ പെൺകുട്ടികൾ അവളെ തന്നെ നോക്കിപ്പോയി. എന്ത് സുന്ദരിയാലേ ആരതി ആ കുട്ടിയെ കാണാൻ. ഷോ, എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അയ്യോ, നീ ഇതിനു മുമ്പ് കാണാത്തത് കൊണ്ടാ. മാഡത്തിന് മുടിയുണ്ടായിരുന്നപ്പോൾ ഇതിലും ഭംഗിയായിരുന്നു. ഇപ്പം എന്താ ഒരു കുറവ്? ഒരു മേക്കപ്പും ഇല്ലാതെ തന്നെ വല്ലാത്തൊരു സൗന്ദര്യം അല്ലേടി. അവർക്കടുത്തേക്ക് നടക്കുമ്പോൾ ഇരുവരുടെയും സംസാരം അങ്ങനെ നീണ്ടു. മാഡം, ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് കളക്ഷൻസ്. മാഡത്തിന് ഈ ടോപ്പ് നന്നായി മാച്ച് ആവും. അതും പറഞ്ഞൊരു പെൺകുട്ടി വൈറ്റിൽ പാസ്റ്റൽ കളർ ഗ്രീൻ കളർ ത്രെഡ് വർക്ക് വരുന്ന സ്ലീവ്ലെസ് ആയ മുട്ടിനൊപ്പം ഇറക്കം വരുന്ന ഒരു ടോപ്പ് എടുത്തു കൊടുത്തു. വൈശാലി വേഗം അതുമായി ട്രയൽ റൂമിലേക്ക് ചെന്നു. അതിട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ വൈശാലിക്ക് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ആ ഡ്രസ്സിൽ അവളെ കാണാൻ. പൊതുവെ വെളുത്തു തൊടുത്ത ശരീരത്തിൽ ആ കളർ നന്നായി ഇഴുകിച്ചേരുന്നതായിരുന്നു. അങ്ങനെ കുറച്ചധികം മോഡേൺ ഡ്രസ്സുകളും എടുത്ത് അവൾ അവിടെ നിന്നിറങ്ങി. പോകുമ്പോൾ അത്രയും നേരം തന്നെ ഹെൽപ്പ് ചെയ്ത പെൺകുട്ടികളോട് അവൾ സ്നേഹത്തോടെ നന്ദി പറയാനും മറന്നില്ല. പിന്നെ അവൾ നേരെ പോയത് മാളിലേക്കാണ്. അവിടുന്ന് ആവശ്യമായ എല്ലാ കോസ്മെറ്റിക് ഐറ്റംസും വാങ്ങി നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. എൻ്റെ പൊന്നു വൈശു, നീ ആ വിശ്വാമിത്രൻ്റെ സബസിളക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചതാണല്ലേ. വൈശാലിയുടെ ആ മാറ്റം കണ്ട് മീര താടിക്ക് കയ്യും കൊടുത്ത് ഇരുന്നു പോയി. തപസ്സിളക്കാൻ പോയിട്ട് ഒടുക്കം മേനക വിശ്വാമിത്രൻ്റെ കയ്യിൽ നിന്ന് പണിയും മേടിച്ചു കൂട്ടി വരാതിരുന്നാൽ മതി. മാളവിക ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞതും വൈശാലി അവളെ നോക്കി നാണത്തോടെ ചിരിച്ചു. എപ്പോഴാണേലും എനിക്കുള്ളതല്ലേ, അതിപ്പോൾ ഇത്തിരി നേരത്തെയായി എന്ന് വെച്ച് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയെങ്കിലും എനിക്കെൻ്റെ ചിക്കനെ കിട്ടുമല്ലോ. അവൾ പറയുമ്പോൾ ഇതിനൊരു നാണവുമില്ലേ എന്ന മട്ടിൽ അവർ ഇരുവരും നോക്കിയിരുന്നു പോയി. അയ്യേ അയ്യേ അയ്യയ്യേ, നിനക്ക് വട്ടാടി. ഓ പാവം ആ മനുഷ്യൻ. അയാളെ നീ കയ്യിൽ കെട്ടിയ അങ്ങേരെ പീഡിപ്പിച്ച് കൊല്ലുവോടി. അങ്ങേർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയാ. വൈശാലി ആവേശത്തോടെ പറയുമ്പോൾ ഇനിയുള്ളത് കണ്ടറിയാമെന്ന പോലെ മീരയും മാളവികയും അവർ ഓർഡർ ചെയ്ത ബർഗർ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതും നേരം നന്നായി ഇരുട്ടിയിരുന്നു. വീട്ടിൽ നിന്നും വിളിക്കുമെന്നറിയുന്നത് കൊണ്ട് തന്നെ അവൾ ഫോൺ സൈലൻ്റാക്കി ബാഗിലിട്ടു. വൈശാലിയുടെ കൂടെയാണ് തങ്ങളെന്ന് നേരത്തെ വീട്ടിൽ അറിയിച്ചത് കൊണ്ട് മീരയ്ക്കും മാളവികയ്ക്കും വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വൈശാലി തന്നെയാണ് അവരെ ഇരുവരെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതും.
വീടിൻ്റെ അടുത്തെത്തിയതും വൈശാലി കാർ സൈഡാക്കി വെറുതെ ഒരു മുൻകരുതലിന് ഫോൺ എടുത്തു നോക്കി. ഡിസ്പ്ലേയിൽ കണ്ട പപ്പയുടെയും അമ്മയുടെയും 10-22 മിസ്ഡ് കോൾ കണ്ട് അവളൊന്ന് ഞെട്ടി. ഇനിയിപ്പോൾ എന്തൊക്കെ പുകിലാണോ ഈശ്വര ഉണ്ടാവാൻ പോണതെന്നോർത്ത് അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചുപോയി. ഇതേ സമയം എന്നും വീട്ടിലെത്തുന്ന സമയം കഴിഞ്ഞിട്ടും വൈശാലിയെ കാണാത്തതിൻ്റെ ആദിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു നിത. തൊട്ടരികിൽ അതെല്ലാം നോക്കിക്കണ്ട് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വിശാലും ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ നിത, താനൊന്ന് സമാധാനമായിട്ടിരിക്കെ, അവൾ കുഞ്ഞൊന്നുമല്ലല്ലോ, ഇങ്ങ് വന്നോളും. നിതയുടെ പരിഭ്രാന്തി കാണി അവരെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ വിശാൽ പറഞ്ഞു. വിശാലിന് എങ്ങനെയാണ് ഇത്രയും കൂളായിരിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ തന്നെ ബിസിനസ്സിൽ ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളുള്ളതാ. അതിൻ്റെ ഇടയ്ക്കാ അവളുടെ ഒരു കറക്കം. ഉച്ചയ്ക്കൊരു മെസ്സേജ് ഇട്ടു, ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ്. പിന്നെ ഒരു വിവരവുമില്ല. അതിനെങ്ങനെയാ? പപ്പയെ കണ്ടല്ലേ വളർന്നത്. വൈശാലിയുടെ നമ്പറിലേക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കി. എടുക്കുന്നില്ലെന്ന് കണ്ടതും ദേഷ്യത്തോടെ ഫോൺ ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് നിത സോഫയിലേക്കിരുന്നു. അപ്പോഴാണ് പുറത്തൊരു കാർ വന്നു നിന്ന ശബ്ദം അവർ കേട്ടത്. അത് വൈശാലിയുടെ കാറാണെന്ന് മനസ്സിലായതും നിത പുറത്തേക്ക് പാഞ്ഞു ചെന്നു. തൊട്ടുപുറകെ വിശാലും ഉണ്ടായിരുന്നു. എന്നാൽ പോർച്ചിൽ കാർ നിർത്തി ഇരു കൈയിൽ നിറയെ കവറും പിടിച്ചു കൊണ്ടുവരുന്ന വൈശാലിയെ കാണെ നിത അമ്പരപ്പോടെ നോക്കി നിന്നുപോയി. വിശാലിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന നിതയെ കാണി എന്തു പറഞ്ഞു തുടങ്ങണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടായിരുന്നു വൈശാലിയുടെ നടപ്പ്. പക്ഷേ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന പപ്പയെ കാണി നിതയെ പാടെ അവഗണിച്ചുകൊണ്ടവൾ അയാൾക്ക് മുന്നിൽ വന്നു നിന്നു. എങ്ങനെയുണ്ട് പപ്പ ഇപ്പം എന്നെ കാണാൻ? എൻ്റെ മോള് സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ഒരു ചേഞ്ച് വേണമെന്ന്. അവളുടെ നെറുകിൽ തലോടിക്കൊണ്ട് വിശാൽ വൈശാലിയുമായി അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യം സഹിക്കാൻ വയ്യാതെ നിത അവർക്ക് പിറകെ അകത്തേക്ക് കയറി. നീയൊന്ന് അവിടെ നിന്നേ. പുറകിൽ നിന്നും നിതയുടെ കനപ്പിച്ചുള്ള വിളി വന്നതും വൈശാലി കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്ന് ഒരു ചിരിയോടെ അവരെ തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ? ഒന്നും അറിയാത്ത പോലുള്ള അവളുടെ ചോദ്യം കൂടിയായതും നിതയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി. ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. എന്താടി നിന്റെ കോലം? ഇതിനായിരുന്നു രാവിലെ എന്നെ കൊണ്ട് മുടിയും മെടഞ്ഞടിപ്പിച്ച് കോളേജിലേക്കാണെന്നും പറഞ്ഞു പോയത്. വന്നിരിക്കുന്നത് കണ്ടില്ലേ? മലയണ്ണാനെ പോലെ ഉണ്ട് ഇപ്പോൾ കാണാൻ. കലിയോടെ നിത പറയുമ്പോൾ അവരുടെ പറച്ചിൽ കേട്ട് വിശാൽ അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. അത് കണ്ടതും അമ്മയും മോളും അച്ഛനെ കനപ്പിച്ചൊന്ന് നോക്കി. ഡി നീ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. നല്ലൊരു മുടി വെട്ടി കഴുത്തൊപ്പമാക്കി വന്നേക്കൂ അവൾ. നാളെ തറവാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എന്തു പറയും അവരോടൊക്കെ? നിന്റെ ഈ കോലം കണ്ട അമ്മ നിന്നെ പടിക്കകത്ത് പോലും കേട്ടില്ല. നീ ഒന്നും മിണ്ടാതെ ഇരുന്നേ നിതേ. മോളിങ്ങ് വന്ന് കയറിയതല്ലേ ഉള്ളൂ. എന്ത് കുഴപ്പാ നീ അവളിൽ കണ്ടത്? നമ്മുടെ മോൾ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട്. അത് സമ്മതിക്കാൻ നിനക്ക് എന്തിനാ ഇത്ര ബുദ്ധിമുട്ട്? മോളെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും ആ പഴയ കോലത്തെ കൊച്ചു തമ്പ്രാട്ടിന്ന് വണ്ടി കിട്ടിയിട്ടില്ലെന്ന് കരുതിയാൽ മതി. ഞാനൊന്നും പറയുന്നില്ല. മോൾ എന്ത് ചെയ്താലും കൂട്ടിനൊരു പപ്പയുണ്ടല്ലോ. ഞാനല്ലാതെ പിന്നെ എൻ്റെ മോളെ ആരാടോ മനസ്സിലാക്കുക? വിശാൽ വൈശാലിയുടെ തോളിലൂടെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ രണ്ടുപേരെയും ഒന്നിരുത്തി നോക്കി നിത. മോളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കൊള്ളാം. ഒടുക്കം മോങ്ങാനുള്ള വക വരുത്തി വെക്കരുത് രണ്ടുപേരും കൂടി. വൈശാലിയെ നോക്കി നിത പറയുമ്പോൾ വൈശാലി ദയനീയതയോടെ അവരെ നോക്കി. എൻ്റെ നിത, താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളൊന്ന് മുടി വെട്ടിയതാണോ തൻ്റെ പ്രശ്നം? നിതയുടെ ആ പറച്ചിൽ ഇഷ്ടപ്പെടാത്തതുപോലെ വിശാൽ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. അവളുടെ ഈ മാറ്റത്തിൻ്റെ കാര്യം മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാവും വിശാൽ. ഞാനൊരു അമ്മയാണ്. നാളെ തറവാട്ടിൽ പോകാനാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാ. ആരൊക്കെ വരുന്നുണ്ട്? രുദ്രൻ വരുന്നുണ്ടോ അമ്മേ എന്നൊക്കെയുള്ള ചോദ്യം. ഇവളുടെ ഈ വേഷം കെട്ടിൻ്റെ കാര്യവും അത് തന്നെയാണ്. അവനെ ഒന്ന് കാണിക്കണം, അത്ര തന്നെ. ഇത് പറയുമ്പോൾ വൈശാലി ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന പോലെ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. വിശാലാണെങ്കിൽ ഇതൊക്കെ ഉള്ളതാണോ എന്ന ഭാവത്തിൽ വൈശാലിയെ നോക്കുന്നുണ്ട്. ദേ കണ്ടില്ലേ വിശാൽ, നിങ്ങളുടെ മോൾക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. വശു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ രുദ്രൻ്റെ പുറകെ നടന്ന് സ്വയം കൊച്ചാവാൻ നിൽക്കണ്ട. അവൻ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചു വളർന്ന കുട്ടിയാ. അതുമാത്രമല്ല അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും മനസ്സിലാക്കാതെ നീ വെറുതെ ആ കുട്ടിയെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. സ്നേഹമെന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാനുള്ളതല്ല, അത് മനസ്സിൽ തോന്നേണ്ടതാ. വൈശാലി ഒന്നും മിണ്ടിയില്ല. തെറ്റു ചെയ്ത കുട്ടിയെപ്പോലെ അവൾ തല താഴ്ത്തി നിന്ന് എല്ലാം കേട്ടതേയുള്ളൂ. പിന്നെ ഒരു കാര്യം, നിന്റെ ഈ മാറ്റം ഇത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്. അതൊന്നും മറ്റാർക്കും വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാട്ടും മുന്നിൽ നിൽക്കണം എന്ന തോന്നൽ കൊണ്ടോ ചെയ്യേണ്ടതല്ല. സ്വയം ഉള്ളിൽ നിന്ന് തോന്നണം, ഞാൻ ആരെക്കാളും ചെറുതല്ല എന്ന്. അപ്പോൾ ഇതുപോലുള്ള വേഷം കെട്ടിൻ്റെ ആവശ്യം വരില്ല. നിന്നെ വളർത്തിയത് ഞാനാ. എനിക്കറിയാം എൻ്റെ മകൾ എപ്പോഴാണ് ഏത് ഡ്രസ്സ് ധരിക്കുമ്പോഴാണ് സന്തോഷമായി ഇരിക്കുന്നതെന്ന്.
അതുകൊണ്ട് തന്നെയാണല്ലോ ആര് നിർബന്ധിക്കാഞ്ഞിട്ടും ഇത്രയും സൗകര്യങ്ങളോടെ ജീവിക്കുന്ന നീ ഇപ്പോഴും ഒരു നാടൻ പെൺകുട്ടിയെ പോലെ കഴിയുന്നത്. ആർക്കും വേണ്ടിയും ഒന്നും നഷ്ടപ്പെടുത്തരുത്. അതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനും നിൽക്കരുത്. കാര്യഗൗരവത്തോടെ നിത അതും പറഞ്ഞുകൊണ്ട് അവരുടെ മുറിയിലേക്ക് കയറിപ്പോയി. എല്ലാം കേട്ട് വൈശാലിയുടെ മനസ്സാകെ തളർന്നു പോയിരുന്നു. അത് മനസ്സിലാക്കിയ പോലെ വിശാൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സോഫയിലായിരുന്നു. അപ്പോൾ ഇതായിരുന്നല്ലേ ഈ മാറ്റത്തിൻ്റെ പുറകിലെ കാരണം? പപ്പ വെറുതെ ചോദിച്ചതാ. ഏതായാലും എൻ്റെ മോൾ അവസാനത്തെ അടവും പയറ്റി നോക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പപ്പയായിട്ട് മോളെ തളർത്തുന്നില്ല എന്നു കരുതി അമ്മ പറഞ്ഞിട്ട് പോയ പോലെ കരഞ്ഞു പിഴിഞ്ഞെങ്ങാനും തിരിച്ചു വന്നാലുണ്ടല്ലോ, അവൻ്റെ തീരുമാനം എന്ത് തന്നെ ആയാലും മോൾ അത് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ കൈമുറിക്കും കാലുമുറിക്കും നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ലാന്നൊന്നും പറഞ്ഞ് കളയരുത് കേട്ടോ. അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ഉരച്ചുകൊണ്ട് വിശാൽ പറയുമ്പോൾ രുദ്രനുമായി കണ്ടുമുട്ടുന്ന രംഗം മനസ്സിലോർത്തുകൊണ്ട് അവൾ നാണത്തോടെ എല്ലാം മൂളിക്കേട്ടു. എന്നാ മോള് പോയി ഫ്രഷായി വാ, പപ്പയ്ക്ക് ലേശം തിരക്കുണ്ട്. ശരി പപ്പ, ഞാൻ മുറിയിലേക്ക് പോവാം. പിന്നെ തമ്പ്രാട്ടിക്കുട്ടി നല്ല ചൂടിലാ പോയത്, ഒന്ന് ചെന്ന് തണുപ്പിച്ചേക്ക്. അതും പറഞ്ഞ് വൈശാലി പാട്ടും പാടി അവളുടെ മുറിയിലേക്ക് ഓടി. ഒരു ചെറു ചിരിയോടെ അതൊന്നു നോക്കി വർക്കിലേക്ക് കടന്നു വിശാൽ. മുറിയിലെത്തിയ വൈശാലി ആദ്യം ഓടിക്കയറിയത് ബാത്റൂമിലേക്കാണ്. ഉറക്കെ പാട്ടും പാടി ഒന്നൊന്നര കുളിയും കഴിഞ്ഞിറങ്ങിയപ്പോൾ കണ്ടു ബെഡിലിരുന്ന് താൻ ഇന്ന് മേടിച്ചു കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്തു നോക്കുന്ന അമ്മയെ. നിത നിവർത്തിപ്പിടിച്ചിരിക്കുന്ന തിളങ്ങുന്ന സാറ്റിൻ തുണി കൊണ്ടുള്ള സ്ലീവ്ലെസ് സോഫ്റ്റ് നൈറ്റ് വെയർ കാണി വൈശാലി ഓടിച്ചെന്ന് അത് പിടിച്ചു വാങ്ങി. അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് വൈശാലി ചോദിക്കുമ്പോൾ നിത അറിയാതെ ചിരിച്ചുപോയി. അത് കാണി വൈശാലി അവരെ കൂർപ്പിച്ചൊന്ന് നോക്കി. അല്ല, എൻ്റെ മോളെ എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വന്നതെന്നൊക്കെ ഞാനും ഒന്ന് കാണട്ടെന്നേ. അമ്മയ്ക്ക് കാണാൻ മാത്രം ഒന്നുമില്ല. പിന്നെ അമ്മയ്ക്കിതൊന്നും ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ കാണുന്നേ? കള്ളപരിഭവം നടിച്ചവൾ പറഞ്ഞതും നിത പൊടുന്നനെ അവളുടെ പിറകിൽ ഒളിപ്പിച്ച ഡ്രസ്സ് തട്ടിയെടുത്തു. അമ്മേ, അതിങ്ങ് തന്നേ. ഈ അമ്മയ്ക്ക് എന്താ? ഞാനൊന്ന് കാണട്ടെ. ഇതിലൊന്നും എൻ്റെ മരുമോൻ വീഴുമെന്ന് തോന്നുന്നില്ലല്ലോ മോളെ. അത് അവൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിച്ച് കളിയാക്കിക്കൊണ്ട് അവർ പറയുമ്പോൾ വൈശാലി ദേഷ്യത്തോടെ അതും പിടിച്ചു വാങ്ങി ഇരു കണ്ണും പൊത്തി ബെഡിലേക്ക് മറിഞ്ഞു. ഞാൻ പോവാ, താഴേക്ക് വാ, കഴിക്കാനെടുത്ത് വയ്ക്കാം. അവളുടെ നാണവും ചമ്മലൊക്കെ കാണി പൊട്ടിവന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് നിത മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും ചമ്മൽ മാറാതെ ബെഡിൽ മുഖം അമർത്തി കിടന്നതേ ഉള്ളൂ വൈശാലി. രാത്രി കിടക്കാൻ നേരം അത്രയും അവളുടെ മനസ്സിൽ അമ്മയുടെ തറവാട്ടിൽ പോകുന്നതിനുള്ള കാര്യങ്ങൾ കണക്കുകൂട്ടുകയായിരുന്നു. അതോടൊപ്പം ഇന്ന് രാവിലെ നേരം വെളുക്കാറായപ്പോൾ കണ്ട രുദ്രനോടൊപ്പമുള്ള സ്വപ്നം മനസ്സിലേക്ക് വന്നതും വൈശാലിയുടെ തുടുത്ത കവിളുകൾ നാണത്താൽ ചുവപ്പ് രാശി പടർന്നു. ഇന്നും രാത്രി അതുപോലുള്ള നടക്കാത്ത സ്വപ്നങ്ങൾ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല ഏതോ ഒരു രാജ്യത്തിരുന്ന് ഒരുവൻ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഇങ്ങ് കേരളത്തിലേക്ക് യാത്ര തിരിച്ച കാര്യം.